നമസ്കാരം. ഞാനിന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെയാണ്. നമ്മൾ മിച്ചർ മീഡിയയിലൂടെ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ 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 സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് നിങ്ങൾക്ക്. എന്താ വെച്ചാൽ വളരെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവസാനിക്കുന്ന ഏറ്റവും ലാസ്റ്റത്തെ ഒരു സംഭവം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സന്തോഷത്തോടെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് കാണിച്ചു തരാം. ഇതറിയാമല്ലോ എല്ലാവർക്കും. AdSenseന്റെ ലാസ്റ്റ് നമ്മളുടെ ഏറ്റവും വലിയ കടമ്പയാണ്, ഏറ്റവും ലാസ്റ്റത്തെ കടമ്പയാണ്. നമുക്ക് ഗൂഗിളിൻ്റെ നമുക്ക് മെയിലൊക്കെ വരാറുണ്ട്, മെയിലൊക്കെ ആറുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഗൂഗിളിൻ്റെ അഡ്രസ്സോട് കൂടിയ ഒരു സാധനം നമുക്ക് ആദ്യമായിട്ട് പോസ്റ്റിൽ വഴി നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വീട്ടിലേക്ക് ഗൂഗിൾ AdSense ആയി ഒരു ലെറ്റർ അയക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യം. ഇതെന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബ് ചാനലിൽ നമുക്ക് എപ്പം വേണം തുടങ്ങാം. അത് നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് AdSenseൻ്റെ ഇത് കിട്ടി നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തതിന് ശേഷവും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണിക്കുന്ന പൈസ അല്ലെങ്കിൽ അതിനകത്ത് ഡോളർ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കാഴ്ചക്കാരായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. അത് എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കണമെന്ന് എന്തെങ്കിലും കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ കടമ്പ ഇതാണ് നമുക്ക് കിട്ടുന്നത്, ഇതിൻ്റെ പിൻ നമ്പർ. ഈ പിൻ നമ്പർ കിട്ടി. ഈ പിൻ നമ്പർ നമ്മൾ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ആ പൈസ നമുക്ക് അനക്കാൻ പറ്റത്തുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള അവർ തന്നിരിക്കുന്ന AdSenseൻ്റെ പിൻ നമ്പറിൻ്റെ ഫോമാണിത്. ഈ ഫോം നമുക്ക് കട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ നമുക്ക് AdSenseൻ്റെ അതിനകത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിന്നിവിടെ നമ്മുടെ യൂട്യൂബ് ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വന്നൊരു വഴി ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. യൂട്യൂബിൽ നമുക്ക് വീഡിയോയുടെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് 10 രൂപ വരുമാനം കിട്ടണമെന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. പക്ഷേ അത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അത് എങ്ങനെയാണെന്ന് കുറച്ച് പേർക്ക് അറിയിക്കും, പക്ഷേ മിക്കവർക്കും അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ നീക്കണം എന്നുള്ളതിനെക്കുറിച്ച്. വീഡിയോ കുറേ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല. വീഡിയോ ഇട്ടാൽ പോലും നമ്മളത് എങ്ങനെയാണ് അത് കൂടുതൽ ദൂരെ ഉണ്ടാക്കേണ്ടത്, വാച്ചിങ് ടൈമൊക്കെ ഉണ്ടാകും, ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുക, അപ്ലോഡ് ചെയ്യുക. ഈ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് AdSense എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ് കമ്പനി ആണ് നമുക്ക് ഇതെല്ലാം നമുക്ക് തരുന്നത്. ഈ അഡ്വർടൈസിങ് കമ്പനി നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് അവർ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു 4000 വാച്ച് അവർ വേണം, പിന്നെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സും വേണം. ഇത്രയും ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടണം. ഇപ്പോൾ ഇനി ഏതെങ്കിലും ഒരെണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം വാച്ച് അവർ ചിലപ്പം കൂടി, ഇപ്പോൾ 4000 വരുമ്പോൾ 5000 6000 ആകും. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവുണ്ടെങ്കിൽ നമുക്ക് AdSenseൻ്റെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് കിട്ടണം. അപ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പെടണം. വീഡിയോസ് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ എന്ത് വേണം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ടേസ്റ്റ് എന്നനുസരിച്ചുള്ള ആ രീതിയിലുള്ള മൂവ്മെൻറ്റ് നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പോയി ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്തെങ്കിൽ മാത്രമേ AdSenseകാർ നമുക്ക് എന്തെങ്കിലും തരത്തുള്ളൂ, ഈ ആഡ് തരത്തുള്ളൂ. ഈ ആഡ് കിട്ടിയെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാലും അതും തെറ്റാണ് നമ്മളുടെ. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആഡ് വരും. മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പൈസ വരുന്നതായിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചാനൽ നോക്കി കാണാൻ പറ്റും. ഇപ്പം അത് കിട്ടിയിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ പൈസ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇപ്പം $12, $15, $20, $1000 വരെയൊക്കെ ആയി കാണും. നമ്മൾ ചെക്ക് ചെയ്യാൻ വാച്ച് ചെയ്യാനകത്ത് അത്രയും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണും. പക്ഷേ അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതാണ് നമുക്ക് അറിയാൻ പറ്റും. അതിനുള്ള ലാസ്റ്റ് ഒരു കടമ്പ എന്ന് പറയുന്നത് നമ്മൾ AdSenseലെ നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ അക്കൗണ്ട്സിൽ കയറിയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കും, നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്താൽ അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പിൻ നമ്പറിന് റിക്വസ്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് അവർ പിൻ നമ്പർ അയച്ചു തരണം. ആ പിൻ നമ്പർ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ ഇത് ജെന്യൂൻ ആണെന്ന് അറിയാൻ വേണ്ടി അവർ നമുക്ക് മെയിലല്ല അയക്കണം. അവർ ഓൺലി പോസ്റ്റ് ഇത് കണ്ട ഈ പോസ്റ്റിലായിട്ട് അയക്കും. നമ്മളുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് പോസ്റ്റിലയക്കണം. ഈ പോസ്റ്റിൽ അയക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള അഡ്രസ്സായിരിക്കണം. ആ അഡ്രസ്സിൽ തന്നെ ആയിരിക്കും നമ്മളിത് പൊട്ടിച്ചതിന് ശേഷം നമ്മളിത് അവിടെ മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതിനുള്ള ചാൻസ് ഉള്ളൂ. ഒരു തരത്തുള്ളൂ 3 പ്രാവശ്യം നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം തെറ്റിച്ച് കഴിഞ്ഞാൽ ഇത് റിജക്റ്റ് ആയി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ അക്കൗണ്ട് തന്നെ പറയത്തും. അത് കാരണം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ.
അപ്പോൾ നമ്മൾ പിൻ നമ്പറിനുള്ള നമ്മൾ റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷമേ നമുക്ക് തിരിച്ച് അവർ തരത്തുള്ളൂ. നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ പിന്നെ പോസ്റ്ററായിട്ട് ഈ ആഡ്സെൻസിൻ്റെ നമ്മുടെ ലെറ്റർ തരുന്നത്. നമ്മളിത് വെരിഫിക്കേഷൻ റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ നമ്മൾക്ക് ഒരു ID പ്രൂഫ് ആവശ്യപ്പെടും. ഈ ID പ്രൂഫ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം. നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്ന ആരാണോ അവരുടെ പേര്, ഡീറ്റെയിൽസും, അഡ്രസ്സ് എന്നുവേണ്ട നമ്മളുടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും അതിനകത്ത് ഉണ്ടാവരുത്. അത്രയും ക്ലിയർ ആയിട്ട് വേണം നമ്മൾ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ID കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആധാർ കാർഡ് കൊടുക്കണ്ട. ആധാർ കാർഡ് എന്ന് പറയുമ്പോൾ പലർക്കും റിജക്റ്റ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞത്. അത് കാരണം നമ്മൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് വോട്ടർ ID ആണ്. വോട്ടർ ID ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെരിഫൈ ചെയ്യാൻ നമുക്ക് സിമ്പിളാണ്. നമ്മൾ പിന്നെ വോട്ടർ ID ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർ പറഞ്ഞിട്ട് കൃത്യമായ പ്രോട്ടീൻ സൈസിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, വൃത്തിയായിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട. സ്പീഡിലോ അല്ലെങ്കിൽ നമുക്ക് സമയത്തോ ഇതൊന്നും ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ സമയമെടുത്ത് വളരെ നീറ്റായിട്ട് അതിനകത്ത് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ ലെറ്ററാണെന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ വലിച്ചു വരി കട്ട് ചെയ്ത് ഇതിനകത്ത് സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട് റിമൂവ് വേണ്ട സ്ഥലങ്ങളൊക്കെ. അല്ലെങ്കിൽ മറ്റേ ലെറ്റർ എഴുതുന്നതൊക്കെ വലിച്ചു വരി ഇങ്ങനെ എഴുതുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. നോക്കട്ടെ, സാധനമാണിത്. അറിയാമല്ലോ നമ്മളുടെ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 3 ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. 3 ഓപ്ഷനിലൂടെയാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ. ഓരോ ദിവസവും പുത്തൻ അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.